തമിഴ്നാട്ടുകാരുടെ ഇഷ്ട റെസിപ്പിയാണ് ഞാൻ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ചിക്കൻ ചിന്താമണിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ ചെറിയ പീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വറ്റൽ മുളകിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് ആ മുളക് മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 1/4 കിലോ ചെറിയുള്ളിയാണ് വേണ്ടത്. വറ്റൽ മുളക്, കറിവേപ്പില, ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് ആവശ്യമുള്ളൂ. 1/4 കിലോ ചിക്കന്, 1/4 കിലോ ചെറിയ ഉള്ളിയാണ് കണക്ക് കേട്ടോ. പിന്നെ 50 ഗ്രാം നമ്മുടെ വറ്റൽമുളകും. അപ്പോൾ നല്ല വെളിച്ചെണ്ണയിൽ നമ്മുടെ ഉള്ളി നന്നായി വഴന്ന് വരുമ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കുക. അതിനുശേഷം അത് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്ത് അത് നല്ല കളർ ചേഞ്ച് വേണം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു റെസിപ്പി ട്രൈ ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി സെറ്റായി കളറൊക്കെ വ്യത്യാസം വന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ച കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഇട്ട് കൊടുത്ത ശേഷം നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. ഇത് നന്നായി മിക്സ് ചെയ്ത് മൂടി വെക്കണം കേട്ടോ. ഒരു അരമണിക്കൂറോളം മൂടി വെക്കണം. ഇടയ്ക്കിടയ്ക്ക് അടി പിടിക്കാതിരിക്കാൻ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമ്മൾ മൂടി വെച്ച് വേവിച്ചിരിക്കുകയാണത്. വേവിച്ച് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ട് കൊടുത്ത ശേഷം നന്നായി മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് മൂടി വയ്ക്കാം. ഇത് ആവിയിൽ തന്നെ വേവണം കേട്ടോ. അതാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത്. മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ആവിയിൽ തന്നെ വേവിച്ച് കൊടുക്കണം, വെള്ളം ഒഴിക്കാതെ. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ആ വറ്റൽ മുളകിൻ്റെയും ആ ചെറിയ ഉള്ളിയുടെയും കറിവേപ്പിലിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഈ ചിക്കനിലേക്ക് നന്നായിട്ട് ഇറങ്ങും കേട്ടോ. അതും വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വെളിച്ചെണ്ണേൻ്റെ ആ ഒരു ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇതിൽ ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇത് നമ്മൾ മൂടി തുറക്കുമ്പോൾ തന്നെ ഭയങ്കര മണമാണ് കേട്ടോ. നമുക്ക് വായിൽ വെള്ളം ഊറും, അങ്ങനെയുള്ള മണമാണ് വരുന്നത്. സൂപ്പർ മണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടി പിടിക്കാതിരിക്കുക, ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നമ്മുടെ അതെ ഏകദേശം ആയിക്കൊണ്ടിരിക്കാനുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ ചിന്താമണി സൂപ്പറായി വെന്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ വെള്ളം ഒഴിക്കാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ചിന്താമണി റെഡി ആയിരിക്കുന്നു.